നല്ല വെറൈറ്റി കളർ കുഞ്ഞുങ്ങളാണ് കേട്ടോ. വൈറ്റും റെഡും ആയിട്ട് വരുന്നതാണ്. നല്ല അടിപൊളി ബാലൻസ് സ്റ്റോക്ക് ഉണ്ട്. വൈറ്റും റെഡായിട്ട് വരുന്ന പൂവനും പടയായിട്ട് സെപ്പറേറ്റ് തന്നെ ചെയ്യുന്നുണ്ട്, പുറത്ത് വിടാതെ. അവരെ മുട്ട വെച്ചിട്ട് വിരിച്ചാണ് കേട്ടോ. ഈ അമ്മക്കോഴിക്ക് ഇതിൽ ബന്ധമൊന്നുമില്ല, അടയിരുന്ന് എന്നുള്ളൊരു ബന്ധം മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ ഫുള്ള് വേറെ കുഞ്ഞുങ്ങളാണ്. ഈ കോഴിൻ്റെ ഒറ്റ കുഞ്ഞുങ്ങളും ഉണ്ടാവില്ല. ഇതിലൊക്കെ അടയിരുന്ന് വിരിഞ്ഞ തന്നെയാണ് കേട്ടോ. ഈ കോഴിക്ക് വെച്ചെടുത്ത മുട്ടയാണ്. 13 മുട്ട വെച്ചതിൽ 13ഉം വിരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കിന്. ഉഷാറാണ് കേട്ടോ. കുഞ്ഞുങ്ങളെ നോക്കാനും നല്ല അടിപൊളിയാണ്. ഇതിലെ കടയിരുന്ന് ബോക്സിൽ തന്നെ അതേ ലെവലിൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള സെറ്റപ്പിൽ നിൽക്കുകയാണ്. ഇത് മിനിയാന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുഞ്ഞുങ്ങളെ മാത്രം ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ വിളിച്ചാൽ നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കണതാണ്. പിന്നെ ഇതിൽ സാധാ റേറ്റ് അല്ല വരിക, ഇതിന് റേറ്റ് കൂടുതലാണ് വരുന്നത്. അതായത് നമ്മൾ സെപ്പറേറ്റ് തന്നെ ചെയ്യുമ്പോൾ പിന്നെ അത്രയും പേരൻറ്റ് സ്റ്റോക്കിന് നമ്മൾ ഒരു കള്ളീൻ്റെ ഉള്ളിൽ ഇട്ടാണ്ട് ചെയ്യാനാണ്. അപ്പോൾ അത്രയും നമ്മൾ അട ആയി കഴിഞ്ഞാൽ ഒരു 10, 12, 15 മുട്ട ഇട്ടിട്ട് അടാവും. അപ്പോൾ അട ഇരുന്ന് വിരിഞ്ഞ വരെ നമ്മൾ വിരിഞ്ഞ് പിന്നെ അടുത്ത മുട്ട ഇടുന്ന വരെ നമ്മൾ ഫുഡ് കൊടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉള്ളിൽ നിർത്തുക ചെയ്യുക, വേറെ പുറത്ത് വിടാതെ. അതുകൊണ്ട് ഇതിന് അത്യാവശ്യം ചിലവ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് നല്ല പുള്ളിക്കോഴിയൊക്കെ പൊതുവെ എല്ലാവരും കൊടുക്കണേ 100 രൂപ റേറ്റിനാണ് കൊടുക്കണേ. അപ്പോൾ ഒരു പീസിന് 100 രൂപ വരും. ഒരാഴ്ച ആയ കുഞ്ഞുങ്ങളാകുമ്പോഴാണ് നമ്മൾ കൊടുക്കട്ടോ. ഇത് ഇനിയിപ്പോൾ ഏകദേശം സെറ്റായി കൊടുക്കുമ്പോഴത്തേന് ഏകദേശം ഒരാഴ്ച ആവും. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. കാരണം ഇതിന് സാധാ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കേണ്ട. കാരണം അതിന് 100 രൂപ ഒരു പീസിന് എന്തായാലും വരും. അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. കാരണം അത്ര അടിപൊളി കുഞ്ഞുങ്ങളാണ്. കണ്ടില്ലേ, ഒക്കെ നല്ല അടിപൊളി കളറിലാണ് വരിക, വൈറ്റും റെഡും ആയിട്ട് വരുന്നത്. അപ്പോൾ അത് അതിൻ്റെ പാരൻറ്റ് സ്റ്റോക്കിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ വേണം, ഞാൻ വീഡിയോ വിട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല വീഡിയോ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കുഞ്ഞുങ്ങളെ മാത്രം വെച്ചിട്ട് ആവശ്യക്കാർ അത്യാവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അതിൻ്റെ നല്ല അടിപൊളി പാരൻറ്റ് സ്റ്റോക്കാണുള്ളത്. അല്ലേ, കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ, നല്ല ആക്റ്റീവാണ്. അപ്പോൾ പറഞ്ഞ മാതിരി ആവശ്യക്കാർ മാത്രം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഹൈവേയിൽ എവിടെയും ഡെലിവറി ചെയ്ത് തരും. ഡെലിവറി വാൻ പോകുന്ന റൂട്ടിൽ 300 രൂപയ്ക്ക് ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലുള്ള നല്ല അടിപൊളി സെറ്റുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ സാധാ കുഞ്ഞുങ്ങളാണെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് കുറവാണ് വരിക. ഇതെന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസുകളുണ്ട്, അത് മാത്രം ചോദിച്ച് വിളിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ അവരോട് ഏൽക്കലില്ല. മറ്റുള്ളതൊക്കെ നമ്മൾ ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച എന്ന് പറഞ്ഞ് ഏൽക്കുന്നുണ്ട്. അങ്ങനത്തെ നമ്മൾ ഏൽക്കലില്ല. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ വിടുന്നത്, വീഡിയോയിൽ കാര്യങ്ങൾ പറയണത്. അപ്പോൾ ആവശ്യക്കാർ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ എടുക്കാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയച്ചാൽ മതി. ഇല്ല, കുഞ്ഞുങ്ങളൊക്കെ ഉഷാറായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അമ്മക്കോഴി അടക്കമല്ല വരിക, കുഞ്ഞുങ്ങൾ മാത്രമാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ ഒക്കെ ഫുള്ള് കണ്ടു നോക്കിയാൽ അറിയാം, കുഞ്ഞുങ്ങൾ ഒക്കെ അടയിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. കളർ ഇതായാലും എല്ലാം അടയിരിക്കുന്ന മാത്രമേ ഉണ്ടാവുക. തനി നാടനാണ്. ബ്രോയിലറോ ലഗോനോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമല്ല. ചിലർ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഓരോരുത്തർ വിളിക്കുമ്പോൾ അങ്ങനെയാണ് ചോദിക്കൽ. പിന്നെ അടയിരിക്കണ അല്ല എന്നുള്ള സംശയം വരെ ഉണ്ട്, കുഞ്ഞുങ്ങളായാലും തള്ളക്കോഴി ആയാലും. കാരണം നമ്മളിവിടെ ചെയ്യുന്ന പറഞ്ഞാൽ മൊത്തത്തിൽ അടയിരിക്കുന്ന ടൈപ്പ് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. കുഞ്ഞുങ്ങളുണ്ടല്ലേ അടിപൊളിയായിട്ടുള്ളിലിരിക്കുന്നു. നിങ്ങളതിനെ പുറത്തേക്ക് നോക്കുക. അമ്മൻ്റെ ചൂടിട്ട ഉള്ളിൽ എല്ലാവരും ഉള്ളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. 13 കുഞ്ഞുങ്ങളുണ്ട്, ഉഷാറായിട്ട് ഒതുക്കി നിർത്തുന്നുണ്ട്. ഇതുപോലുള്ളൊരു സെറ്റിൻ്റെ അമ്മക്കോഴീൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ വിട്ടിനി, ആവശ്യക്കാരാണ്ട് വിളിച്ചോളി എന്ന് പറഞ്ഞുകൊണ്ട്. ഇതുപോലുള്ള കുറച്ച് 3-4 ടീം നമ്മളെടുത്തുണ്ട് കേട്ടോ. കോഴികൾ, അമ്മക്കോഴി ഉണ്ട്. കോഴി മാത്രമായിട്ടല്ല, കുഞ്ഞുങ്ങളായിട്ടാണ് കൊടുക്കൽ. അപ്പോൾ ഇതിൽ കുഞ്ഞുങ്ങൾ മാത്രമാണ് നമ്മൾ കൊടുക്കണുള്ളൂ. ഇതിലൊക്കെ അടയിരിക്കുന്ന രീതികളാണ്. അടയിരുന്ന് വിരിഞ്ഞാകുമ്പോൾ അമ്മക്കോഴിൻ്റെ തനി നാടൻ രീതികളിലാണ് നിൽക്കുന്നത്. അപ്പോൾ സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകരാണ് കേട്ടോ. കോഴിക്കോട് മലപ്പുറം ബോർഡറാണ്. അതായത് തൃശ്ശൂർ കഴിഞ്ഞ് മലപ്പുറം പിന്നെ രാമനാട്ടുകര, കോഴിക്കോട് ജില്ലയിൽ കിടന്ന ആ ബോർഡറിലാണ് വരുന്നത്. പിന്നെ ആ ഭാഗങ്ങളിലൊന്നുള്ളൊരു അറിയില്ല സ്ഥലങ്ങൾ. അതുകൊണ്ട് പെരിന്തൽമണ്ണെന്ന് വിളിച്ചിട്ട് വരെ രാമനാട്ടുകര അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്.
അപ്പോൾ ആവശ്യക്കാർ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ. വെറുതെ മെസ്സേജ് അയക്കണ്ട, കാര്യങ്ങൾ ചോദിക്കുക, മെസ്സേജ് അയക്കുക. അതല്ലാതെ എനിക്ക് വേണമെന്ന് അറിഞ്ഞാണ്ട് പിന്നെ അത് ഇതെന്ന് പറയാൻ നിൽക്കണ്ട. അവിടെ ഞാൻ പ്രത്യേകം ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ പറയുന്നത്. ഹൈവേ ഡെലിവറി ആണ്, 300 രൂപ എക്സ്ട്രാ ചാർജും വരും. ഇത് ഇഷ്ടപ്പെടുന്നവർ വന്ന് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ഡെലിവറി ചാർജ് വരില്ല, വന്ന് നോക്കിയെടുക്കുക. ഇവിടെ ഉണ്ടാവും സാധനം ഇതില്ലേ. പിന്നെ ഇതുപോലുള്ള ഐറ്റംസുകൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന വൈറ്റ് ലൈനേജിൻ്റെ അങ്ങനെ കുറേ ഐറ്റംസുകൾ മാത്രമായിട്ടുള്ള ആയാൽ പറയാൻ പറഞ്ഞവരുണ്ട്. കാരണം നമ്മൾ ആരോടും ഏൽക്കലില്ല. അപ്പോൾ അവരോടൊക്കെ വീഡിയോ കണ്ടാൽ വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആരാണോ ആദ്യം വിളിക്കുന്നത് അവർക്ക് കൊടുക്കും കേട്ടോ. ഇത് മിനിയാന്ന് ഇത് വിരിയണേൻ്റെ തലേന്ന് ഒരാൾ വിളിച്ചിരുന്നു. അവർക്ക് ഇത് വേണമെന്നും പറഞ്ഞു. പക്ഷേ ഒരേ കോഴി വിരിയണ കൂടത്തിൽ വെച്ച് കൊടുക്കാനില്ല. ആ കൂടത്തിൽ വിരിഞ്ഞ് വിറ്റിയെന്നാണ് നമ്മൾ എത്തുക. അപ്പോൾ തന്നെ അവർക്ക് കൂടത്തിലിട്ടാൽ അത് നോക്കുമല്ല എന്നുള്ളൊരു ഡൗട്ടിൽ പിന്നെ ഞാൻ തന്നെ പറഞ്ഞാണ് നിങ്ങൾ എടുക്കേണ്ടതെന്ന്. കാരണം ഒരിക്കൽ ബൾബ് ഇട്ട് കൊടുക്കാനൊന്നും കഴിയില്ല. ഞാൻ അഥവാ അമ്മക്കോഴി നോക്കിയിട്ടില്ലെങ്കിൽ ആ ബൾബ് ഇട്ടെടുത്ത് സെറ്റാക്കേണ്ടി വരും. അങ്ങനെ കഴിയാത്ത ഒരാളായതുകൊണ്ട് ഞാൻ തന്നെ അവരോട് പറഞ്ഞു, അവരെടുക്കാൻ തയ്യാറായിരുന്നു. അപ്പോൾ അതാണ്, നല്ല അടിപൊളി കളറാണ്. കുഞ്ഞുങ്ങളൊക്കെ നല്ല ആക്റ്റീവാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഒരാഴ്ച ലെവലിലെത്തും. ആരാണോ എടുക്കണ അവരെ കയ്യിലെത്താൻ. ഈ നാടൻ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇതുപോലെ അമ്മക്കോഴിയും കുഞ്ഞുങ്ങളായിട്ടുള്ള സാധാ റേറ്റിലുള്ള കൊടുക്കലുണ്ട്. അപ്പോൾ ആവശ്യക്കാർ മെസ്സേജ് അയച്ചിട്ടാൽ മതി. സ്ഥലം എഴുതി മെസ്സേജ് അയച്ച് കാര്യം പറഞ്ഞാൽ മതി. എന്നാൽ നമ്മൾ ആയാലും ഇങ്ങനെ വീഡിയോ ഇട്ടുതരും. ഇപ്പോൾ ഇറങ്ങണമൊക്കെ റേറ്റ് കൂടുതലുള്ളതാണ് അമ്മക്കോഴി കേട്ടോ. ഇതുപോലെയുള്ള അമ്മക്കോഴിയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കൂടുതൽ വരും. ഇതുപോലെ ഓരോ ഐറ്റംസ് ലൈനേജ് കളറുകൾ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആകുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് കൂടും. നമ്മൾ തന്നെ എടുക്കണോടത്ത് റേറ്റ് കൂടുതൽ വരുന്നതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ ഇതിൽ കൊടുക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് അത് മുന്നുള്ള ഫസ്റ്റ് ഭാഗങ്ങളിൽ കേട്ടാൽ മതി. കാരണം എല്ലാവരും ഫുള്ള് കേട്ടോളണമെന്നില്ല. അപ്പോൾ അത് കേട്ടുകൊണ്ട് അതിനനുസരിച്ച് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക, അല്ല മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾ നല്ല ആക്റ്റീവായിട്ടുള്ള മാത്രം കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പേജാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇതുപോലെ അടിപൊളി തനി നാടൻ കോഴികൾ ഇങ്ങനെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം വെയിറ്റ് ചെയ്യാൻ സമയമുള്ളവർക്ക് വെയിറ്റ് ചെയ്താൽ നമ്മളിതുപോലെ നല്ല നല്ല അമ്മക്കോഴും കുഞ്ഞുങ്ങളായിട്ടുള്ളതും കൊടുക്കും. അപ്പോൾ ഓരോ സമയത്തും ഓരോ മാതിരിയാണ് വരിക. ചിലപ്പോൾ ഒരു മാസമായ കുഞ്ഞുങ്ങളാണ് ഉണ്ടാവുക, ചിലപ്പോൾ അമ്മയും കുഞ്ഞുങ്ങളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആവണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡെലി ബോക്സിലാണ് അടിയിരുന്ന് വിരിഞ്ഞ കേട്ടോ. ചെറിയൊരു ക്ലിയർ കുറവുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.